കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളത്ത് മലയോര മേഖലകളിൽ രാത്രികാല നിയന്ത്രണം. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതേസമയം തന്നെ മധ്യ കേരളത്തിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും കൊച്ചിയിൽ അടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് കൊച്ചിയിലെ സ്ഥിതി എങ്ങനെയാണ്? വൃന്ദ, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊച്ചിയിലുള്ളത്. പക്ഷേ മേഘങ്ങൾ ഉണ്ട്. മഴ ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പ്രധാനമായും ഇന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി വരെ ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കൊച്ചിയിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് ഇന്നലത്തെ മഴയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിട്ടില്ല. ഇന്ന് പലയിടത്തും ഈ മഴ ഏകദേശം ഒരു 1.5 മണിക്കൂറായി മഴ ശമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഇറങ്ങുന്നുണ്ട്. വെള്ളക്കെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പുകളോ മറ്റോ തുറക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിലവിൽ പോയിട്ടില്ല. വൈകുന്നേരം കടലാക്രമണത്തിനുള്ളൊരു സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ തീരപ്രദേശങ്ങളിൽ അത്തരത്തിലാണ് കാണാറ്. തീരമേഖലകളിൽ വൈകുന്നേരത്തോടു കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം കാണാറുള്ളത്. എന്തായാലും കൊച്ചിയിലെ നഗര മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യത ഇപ്പോഴും തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്നാണ് ഈ തീരുമാനമുള്ളത്. വൃന്ദ.